തിരികെ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ നുംഖോറിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. ബംഗാൾ സ്വദേശി ബിശ്വദീപ് ദാസിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്നും രാജ്യത്തേക്ക് കടത്തിയതിലാണ് അറസ്റ്റ്. ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നാണ് ബിശ്വദീപ് പിടിയിലായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, കേരളത്തിലേറെ ചർച്ചയായൊരു വാർത്തയാണ് ഓപ്പറേഷൻ നുംഖോർ. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ കടത്തുന്ന കേസ്. ആ ഒരു കേസിൽ കേരളത്തിലെ പ്രമുഖരായ വ്യവസായികളും സിനിമാ നടന്മാരടക്കമുള്ള പ്രശസ്തരായ ആളുകളുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ കാറുകൾ പിടിച്ചെടുത്തിരുന്നു. ആ ഒരു സംഭവത്തിൽ ആ ഒരു കേസിലെ മുഖ്യ സൂത്രധാരനെ ഇപ്പോൾ പിടിയിലായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് ലഭ്യമാവുന്നുണ്ടോ? അമൽ, ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് കടത്തിയ സംഭവത്തിൽ ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ തന്നെ പിടിയിലായിരിക്കുകയാണ്. അഞ്ചാമത്തെ അറസ്റ്റാണ് ഓപ്പറേഷൻ നുംഖോറിൽ ഇത് നടക്കുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ബിശ്വദീപ് ദാസിനെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യും. നേരത്തെ കേസിൽ അസം സ്വദേശികളായിട്ടുള്ള 4 പേരെയും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യ സൂത്രധാരനെ പിടികൂടാനായിട്ട് വല വിരിച്ചിരുന്നു. അതിലേക്കാണ് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നും ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് കടത്തി. അത് മാത്രവുമല്ല, വ്യാജരേഖകൾ ചമച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിൽ വരെ വ്യാജരേഖകൾ ചമച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. പരിവാഹൻ സൈറ്റിലടക്കം പിരിമറി നടത്താൻ തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ സംഘം നടത്തിയിരുന്നു. ഇതിന്റെ മുഖ്യ സൂത്രധാരനെ പിടിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വിധത്തിലാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്, മറ്റാരൊക്കെ സഹായികളായി ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകും. നമുക്കറിയാം, സിനിമാ നടന്മാർ ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഈ ആഡംബര കാറുകൾ, വാഹനങ്ങൾ എത്തിച്ചു കൊടുത്തത്. ഏകദേശം 190ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ രാജ്യത്തേക്ക് കടത്തിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ ഉൾപ്പെടെ വാഹനങ്ങൾ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നവയാണ്. അതിൽ പകുതിയിലേറെ വാഹനങ്ങളും സേഫ് കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ഉടമകൾക്ക് നികുതിയും അതോടൊപ്പം തന്നെ പിഴത്തുക അടച്ചുകൊണ്ട് അവരുടെ സേഫ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അന്വേഷണം പക്ഷേ വ്യാപകമായിട്ട് നടക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ബിശ്വദീപ് ദാസിനെ പിടികൂടാനായിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നുണ്ട്. അമൽ, ഓപ്പറേഷൻ നുംഖോറിൽ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുകയാണ്. ബംഗാൾ സ്വദേശി ബിശ്വദീപ് ദാസിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.